സ്നേഹാലോകസുമോഹനവദന കരുണാത്രാനത നയനാം രമ്യാം ശ്രിതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയേ പ്രണമാമി. അമൃതേശ്വരി നമ്മൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ്റെ മനോഹരമായ പ്രസംഗം നിങ്ങൾ കേട്ടു. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സുന്ദരമായ പ്രഭാഷണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുറെ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വളരെയധികം യാതനകളും വേദനകളും അനുഭവിച്ച ഒരു വർഷമാണ് ഈ വർഷം. പ്രത്യേകിച്ചും ഭക്തന്മാരുടെ മനസ്സ് വളരെയേറെ വേദനിച്ചു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളുണ്ടായി. അമ്മയോട് വന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അമ്മയുടെ മറുപടി ഞാൻ ശ്രദ്ധിച്ചു. പ്രകൃതിക്ക് ഇത് താങ്ങാവുന്നതിലും കൂടുതലാണ്. പ്രകൃതിയുടെ സമനില മനുഷ്യൻ തെറ്റിക്കുന്നു. ഭക്തന്മാരുടെ നിഷ്കളങ്കമായ സങ്കല്പം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രകൃതിക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. പരിശുദ്ധിയുള്ള മനസ്സുകളാണ് ഇവിടെ പ്രകൃതി സംരക്ഷകരായി തീരുന്നത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം അമ്മയുടെ 50ാമത് ജന്മദിനാഘോഷം കൊച്ചിൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ അവിടെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവരുടെ പരമ്പരാഗത കലകൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന റെഡ് ഇന്ത്യൻസ് അവർ അവതരിപ്പിച്ച ഒരു ഡാൻസ്, നൃത്തം പക്ഷിമൃഗാദികളുടെ വേഷത്തിലുള്ളതായിരുന്നു. അവരുടെ നൃത്തം കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ അവരോട് ചോദിച്ചു, നിങ്ങൾ മാത്രം എന്താണ് പക്ഷിമൃഗാദികളുടെ വേഷത്തിലുള്ള നൃത്തം അവതരിപ്പിച്ചത്? അപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ ദേവന്മാരോടും ദേവതകളോടും പറഞ്ഞു പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളുമാകുവാൻ. നമ്മുടെ സംരക്ഷകരായി ഈ ഭൂമിയിൽ കഴിയുന്ന പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ദേവന്മാരാണ് എന്ന ഭാവത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കണം എന്ന തത്വം പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഈ നൃത്തം അവതരിപ്പിച്ചത്. അവയെ നശിപ്പിച്ചാൽ നാം നമ്മുടെ സംരക്ഷകരെയാണ് നശിപ്പിക്കുക. ആധുനിക ലോകത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും വേദനയും യാതനയും ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മനുഷ്യൻ കഴിയുന്നത്. അറവുശാലകളിൽ അലമുറയിട്ട് കരയുന്ന മിണ്ടാപ്രാണികളുടെ വേദനയും ശാപവും ഈ പ്രകൃതി ഏറെ നാൾ സഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? ജീവജാലങ്ങളെ സ്നേഹിക്കാതെ മനുഷ്യന് ഇവിടെ മനസ്സമാധാനം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അവരുടെ മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതായി. ഏതായാലും നമ്മുടെ ഭാരതത്തിൽ അറിവിൽ ആനന്ദിക്കുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമെന്നാണ് ഭാരതത്തിൻ്റെ അർത്ഥം.
അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇത്രയേറെ പ്രകൃതിക്ഷോഭങ്ങളും യാതനകളും വേദനകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ്. അമ്മ പറയാറുണ്ട്, പണ്ട് ഞാൻ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈശ്വരനുണ്ടോ? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി, ഈശ്വരനല്ലാതെ മറ്റെന്താണ് മക്കളെ ഉള്ളത്? ഈശ്വരനുണ്ടോ എന്ന ചോദ്യം നാവുണ്ടോ എന്നൊരാൾ ചോദിക്കുന്നത് പോലെയാണ്. എനിക്ക് നാവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? വിഡ്ഢിത്തമായ ചോദ്യമാണ്. അതുതന്നെയാണ് ഉത്തരം. നിനക്ക് നാവില്ലെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കാൻ ഉപയോഗിച്ച ശക്തി ഈശ്വര ശക്തി തന്നെയാണ്. എന്താ ഇപ്പം അന്വേഷിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമ്മ ചോദിച്ചു, അതെന്താ? ഈ ലോകത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നു, സമ്പൽ സമൃദ്ധിയിൽ സുഖിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും മറ്റൊരു ജീവിയുടെ ആഹാരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമ്മ ചിരിച്ചു. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് മോനെ ഇഷ്ടമായി. കാരണം മോൻ ഈശ്വരനോട് ദേഷ്യം വന്നത് സ്വാർത്ഥത കൊണ്ടല്ലല്ലോ, മറ്റുള്ളവരോട് കരുണ തോന്നുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. അതിനുശേഷം അമ്മ പറഞ്ഞു, ഈശ്വരൻ ശിക്ഷിക്കുന്ന ആളല്ല, രക്ഷിക്കുന്ന ആളാണ്. നാം തന്നെയാണ് നമ്മെ ശിക്ഷിക്കുന്നത്. അമ്മ ആധുനിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ നിയമം തന്നെ, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, എല്ലാ കർമ്മങ്ങൾക്കും തുല്യമായ പ്രതികരണം ഉണ്ടാവും എന്ന അമ്മയുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ ഞാൻ ആ സിദ്ധാന്തം ഓർത്തു. അമ്മ പറഞ്ഞു, അത് സ്ഥൂലമായ തലത്തിൽ മാത്രമല്ല, സൂക്ഷ്മമായ തലത്തിലും ബാധകമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം, മനസ്സുകൊണ്ട് ചെയ്യുന്നതുമാണ്. മനഃകൃതം കൃതം രാമ ശരീരകൃതം കൃതം എന്ന് വസിഷ്ഠ മഹർഷി രാമനോട് പറഞ്ഞു. ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം, മനസ്സുകൊണ്ട് ചെയ്താലും മതിയാകും. മനസ്സുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരം കൊണ്ട് ചെയ്തില്ലെങ്കിലും കർമ്മം നമ്മളെ ബാധിക്കും. ഏതായാലും അമ്മ പറഞ്ഞു, നമ്മുടെ ഓരോ ചിന്തകളും അതിശക്തമായ ചിന്താ തരംഗങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും പ്രസരിപ്പിക്കുന്നത് കൊണ്ട് ചിന്തിക്കുന്നത് സൂക്ഷിക്കണം. ഓരോ ചിന്തകളും അയച്ച അമ്പുകൾ പോലെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും പ്രകാശത്തിന്റെ വേഗതയിൽ ചെന്ന് തട്ടും. ഓരോ സ്ഥലത്തു നിന്നും പ്രതിഫലിക്കും. അത് ലക്ഷക്കണക്കിന് മടങ്ങായി വർദ്ധിക്കും. അത് അയച്ച ആളിലേക്ക് അവസാനം തിരിച്ചെത്തും. നല്ല ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോയതെങ്കിൽ അനുഗ്രഹവർഷമായി തിരിച്ചു വരും. അതല്ല, ദോഷചിന്തകളാണ്, വിപരീത ചിന്തകളാണ് പുറപ്പെടുന്നതെങ്കിൽ ശാപവർഷമായി തിരിച്ചു വരും. ഇതിന് ഈശ്വരന് ഒരു ഉത്തരവാദിത്വമില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചടി ഉണ്ടാകാതെ വയ്യ. പിന്നെ അമ്മയുടെ ശക്തമായ ഉത്തരം, മോനെ, പ്രകൃതിക്ക് കാരുണ്യമില്ല, പ്രകൃതിക്ക് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചു കുഞ്ഞ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാലും, പണ്ഡിതൻ ചാടിയാലും, മന്ത്രി ചാടിയാലും, പണക്കാരൻ ചാടിയാലും പ്രകൃതിക്ക് ഒരു നിയമമാണ്. ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് യുക്തിവാദി ചാടിയാലും നിയമം ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമങ്ങൾ അറിഞ്ഞ് ജീവിക്കണം. അമ്മയുടെ ഭാഷയിൽ ധർമ്മം അറിഞ്ഞ് ജീവിക്കണം. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിച്ചവനെ മാത്രമേ ധർമ്മം രക്ഷിക്കുകയുള്ളൂ. അവിടെ ഒരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത്, ഈ ലോകത്തിൽ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശരി ചെയ്തിരിക്കണം. നരകത്തിൽ കിടന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത്രേ ഈശ്വരനോട്, ഈശ്വര, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ ഞാൻ ഈ നരകയാതന അനുഭവിക്കുന്നത്? അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, കുഞ്ഞ്, ശരിയാണ്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ശരിയും ചെയ്തിട്ടില്ല.
ഒരു ശരിയും ചെയ്തിട്ടില്ല എന്ന തെറ്റാണ് നീ ചെയ്തത്. പണ്ട് കുട്ടി അധ്യാപകനോട് ചോദിച്ച ഒരു കഥ ബോബനും മോളിൽ വായിച്ചിട്ട് അധ്യാപകനോട് ചോദിച്ചു, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ആരും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടരുത്. ഞാൻ ഹോംവർക്ക് ചെയ്തില്ല മാഷെ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അധർമ്മം കണ്ടിട്ട് നിശബ്ദനായിരുന്നാലും അധർമ്മമാകും, പ്രോത്സാഹനമാകും. എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. ഈ പ്രപഞ്ചത്തിൽ ദുഃഖങ്ങൾ കണ്ടിട്ട് ഈശ്വരനെ പഴിക്കുന്നതിന് പകരം എന്താണ് കുഞ്ഞ് ചെയ്തത്? പണ്ട് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഒരാൾ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ആവലാതി പറഞ്ഞു, ഈശ്വരൻ ഉണ്ടായിട്ട് ഇതൊക്കെ അനുവദിക്കുന്നത് എന്ത്? അമ്മയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? അമ്മ പറഞ്ഞു, എന്താ പോലെ കാര്യം? അല്ല, ഞാൻ ടെലിവിഷനിൽ കണ്ടു, ആ രംഗങ്ങൾ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മോൻ എന്ത് ചെയ്തു? ഞാൻ ചാനൽ മാറ്റി. അമ്മ പറഞ്ഞു, എന്നാൽ അമ്മയുടെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും നേഴ്സന്മാരും ഒക്കെ ഫ്ലൈറ്റിൽ അവിടെ എത്തിക്കഴിഞ്ഞു. അവരവിടെ സേവനം ചെയ്യുന്നു. അമ്മയുടെ മക്കളെല്ലാം പകർച്ചവ്യാധി ബാധിച്ച ആ സ്ഥലത്ത് കെട്ടിടം പണിയുന്നു. നീ എന്ത് ചെയ്തു? ഈശ്വരനോട് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും നമ്മൾ എന്താണ് ചെയ്തത്? ഈ ദുഃഖങ്ങൾ മാറ്റാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് സമാധാനം പറയേണ്ടി വരും. ആരോഗ്യമുള്ള ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്തവരെ ആശ്വസിപ്പിക്കാനെങ്കിലും സാധിച്ചിരിക്കണം. പണക്കാരനാണെങ്കിൽ പാവങ്ങളെ സഹായിച്ചിരിക്കണം. കാരണം ഇതൊന്നും നമുക്ക് വേണ്ടി തന്നതല്ല, നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടി തന്നതാണ്. ഏതായാലും ഈശ്വരനെ കുറിച്ചും ഈശ്വര ആരാധനയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വളരെയധികം കേൾക്കാറുണ്ട്. പക്ഷേ തത്വങ്ങൾ പലപ്പോഴും മനസ്സിലാകാറില്ല. നമ്മുടെ പുരാണ കഥകളിലെ പലതും നമ്മൾ അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞ് പലരും പുച്ഛിച്ച് തള്ളാറുണ്ട്. പക്ഷേ ഗഹനമായ തത്വങ്ങൾ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പണ്ട് പഞ്ചതന്ത്ര കഥകൾ, രാഷ്ട്രതന്ത്രം മുഴുവനും പഠിപ്പിക്കാനായിട്ട് കഥകൾ പറഞ്ഞു കൊടുത്ത ആ കഥകൾ ഇന്ന് അമേരിക്കയിൽ പെന്റഗൺ പഠിപ്പിക്കുന്നു. അവർ കഥയാണെന്ന് പറഞ്ഞ് തള്ളിയില്ല. കാരണം വിജയം വരിക്കുവാനും രാഷ്ട്രത്തെ പരമോന്നത പദവിയിലേക്ക് ഉയർത്താനും ഉള്ള രാജ്യതന്ത്രം മുഴുവനും അതിലുണ്ട് എന്ന് മനസ്സിലാക്കി അവർ അത് ഉപയോഗിക്കുന്നു. ഇവിടെ കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിയെന്ന് വരാം. കാരണം പക്ഷിമൃഗാതകളുടെ കഥയല്ലേ. അങ്ങനെ സംസാരിക്കുമോ പക്ഷികൾ? മൃഗങ്ങൾ സംസാരിക്കുമോ? ആശയങ്ങൾ മനസ്സിലാവണില്ല. പണ്ട് ഗണപതി ഭഗവാന് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ച കുബേരന്റെ കഥ അവിശ്വസനീയമായിട്ട് തോന്നും. ഗണപതി ഭഗവാന്റെ വയറ് കണ്ടിട്ടാവും കുചേരൻ അങ്ങനെ ഒരു മോഹം തോന്നി. ഒരു നേരമെങ്കിലും ഭക്ഷണം നിറയൊന്ന് കൊടുത്താൽ സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ശ്രീ പരമേശ്വരന്റെ അനുമതിയോടുകൂടി തന്നെ ഗണപതി ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി 10,000-കണക്കിന് ആൾക്കാർക്ക് തയ്യാറാക്കിയ ഭക്ഷണമൊക്കെ ഗണപതി ഭഗവാൻ ഒറ്റയ്ക്ക് കഴിച്ചത്രേ. ഉണ്ണി ഗണപതി, വലിയ ആളുമല്ല, ഉണ്ണി ഗണപതി ഒറ്റയ്ക്ക് കഴിച്ചു അത്രേ. അവസാനം വിശപ്പ് മാറാതെ പാത്രങ്ങൾ കഴിച്ചു, പന്തൽ കഴിച്ചു, കുബേരനെ കഴിക്കുമെന്ന നിലയായപ്പോൾ ഓടി രക്ഷപ്പെട്ടു. ശ്രീപരമേശ്വരന്റെ വാദങ്ങളിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ ശ്രീപരമേശ്വരൻ ചോദിച്ചു, എന്താണ്? അല്ല, ഗണപതി ഭഗവാൻ എന്നെ കഴിക്കാൻ വരുന്നു. അപ്പോൾ ശ്രീപരമേശ്വരൻ വിളിച്ചു ഗണപതിയെ, തൃക്കൈ കൊണ്ടൊരു മലര് കൊടുത്താൽ മധുമതി എന്നാം ഗണപതി ജയിച്ച. ഒരു പിടി മലര് വാരി വാരിട്ട് കൊടുത്തു. ഓ മതിയായി, ഫുള്ളായിപ്പോയി, ഇനി ഒന്നും വേണ്ട. ഈ ഗണപതി ഭഗവാൻ നമ്മളൊക്കെ തന്നെയാണ്. വിശപ്പ് മാറുന്നില്ല. ഒരിക്കലും തീരാത്ത വിശപ്പ് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആഹാരം മാത്രമല്ല വിശപ്പ്, ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും വിശപ്പാണ്. വാസ്തവത്തിൽ നമ്മൾ ജീവിതം ജനനം മുതൽ മരണം വരെ തേടുന്നത് ഈ വിശപ്പ് മാറ്റാനാണ്. ആനന്ദ സ്വരൂപനായ ഈശ്വരനെയാണ് നമ്മൾ ജീവിതം മുഴുവനും അന്വേഷിക്കുന്നത്. എപ്പോഴെങ്കിലും വിശപ്പ് മാറണമെങ്കിൽ ആനന്ദം അനുഭവിച്ചിരിക്കണം. ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയാണ് കരച്ചിൽ. പലരും വിചാരിച്ചു, ഈ വിദ്യാഭ്യാസം കഴിയുമ്പോൾ നമുക്ക് കരച്ചിലൊക്കെ നിന്നിട്ട് സന്തോഷിക്കാം. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ചിലർ പറഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടിയാൽ സന്തോഷിക്കാൻ പറ്റും. ജോലി കിട്ടിയിട്ടും സന്തോഷം വരില്ല. എന്നാൽ കല്യാണം കഴിച്ച് നോക്കാം. കല്യാണം കഴിച്ചപ്പോൾ ഉള്ള സന്തോഷം കൂടെ പോയി കിട്ടി. എന്നാൽ ഇനി മക്കളുണ്ടായാൽ സന്തോഷം വരുമായിരിക്കും.
മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും മക്കൾ കാരണം സമാധാനമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളാണ് അധികവും. ഇങ്ങനെ ലോകം മുഴുവനും സന്തോഷം തേടി അലയുന്ന മനുഷ്യൻ അവസാനം മഹാഗുരുവിൻ്റെ പാദകമലങ്ങളെ അഭയം പ്രാപിക്കുന്നു. ഗുരു ചെവിയിൽ മഹാമന്ത്രം ഉപദേശിക്കുന്നു, തത്വമസി, അത് നീ തന്നെയാണ്. ഇതുവരെ നീ അന്വേഷിച്ച് നടന്ന ആനന്ദ സ്വരൂപനായ ഈശ്വരൻ നീ തന്നെയാണ്. ലോകം മുഴുവനും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കാത്ത പരമാനന്ദം ഗുരുവിൻ്റെ സാമീപ്യത്തിൽ ശിഷ്യൻ അനുഭവിക്കുന്നു. പ്രപഞ്ചം മുഴുവനും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിമിഷം കൊണ്ട് അവൻ അനുഭവിക്കുന്നു. ഒരു ജീവിതം മുഴുവനും അലഞ്ഞിട്ടും കിട്ടാത്ത സൗഭാഗ്യം നിമിഷം കൊണ്ട് ഗുരുസന്നിധിയിൽ നിന്ന് സാധ്യമാകുന്നു. അതാണ് നമ്മുടെ ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്ന തത്വമസി. മനുഷ്യനെ ഈശ്വരനാക്കി മാറ്റുന്ന വിശുദ്ധമായ സ്ഥാനം. മാലയിടുന്ന നാൾ മുതൽ അവനെ സകലരും അയ്യപ്പനായിട്ട് കാണുന്നു. ശബരിമലയെക്കുറിച്ച് ഒരുപാട് ആളുകൾ പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ദീർഘമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും കുറഞ്ഞ പക്ഷം ക്ഷേത്രങ്ങളും ഈശ്വരനും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഋഷീശ്വരന്മാർ ഈശ്വരനെ ബ്രഹ്മ ചൈതന്യം എന്നാണ് പറഞ്ഞത്. ചൈതന്യ സമുദ്രത്തിലാണ് നാം കഴിയുന്നത്. ചൈതന്യ സമുദ്രത്തിലാണ് നാം കഴിയുന്നത് എങ്കിലും ഈ ചൈതന്യത്തെക്കുറിച്ച് അധികം അറിയാറില്ല. ഒരു ജലത്തിൽ കഴിയുന്ന മത്സ്യം ജലത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ജലത്തിൽ നിന്ന് എന്തെങ്കിലും അതിനെ ആരെങ്കിലും പിടിച്ച് കരക്കിട്ടാൽ അവിടെ കിടന്ന് പിടയും. അപ്പോൾ മനസ്സിലാകും ജലം വേണ്ടിയിരുന്നു എന്ന്. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈശ്വരനെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. ഈ ബ്രഹ്മചൈതന്യം എവിടെയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ നാമരൂപരഹിതനായ ഈശ്വരനെ അറിയുവാനുള്ള ശക്തി സാധാരണ മനുഷ്യനില്ലാത്തത് കൊണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മുടെ ഋഷിമാർ അവരുടെ ചൈതന്യത്തെ ബിംബത്തിലേക്ക് പകർന്നു തന്ത്രക്രിയയിലൂടെ വളർത്തി പ്രസരിപ്പിച്ചു. നാമരൂപരഹിതനായ ഈശ്വരനെ അനുഭവിക്കാവുന്ന തലത്തിലേക്ക് അവർ കൊണ്ടുവന്നു. ക്ഷേത്രം ഈശ്വരനാണോ? അല്ല. പക്ഷേ ക്ഷേത്രത്തിൽ ഈശ്വര ശക്തി ഉണ്ട്. ക്ഷേത്രത്തിൽ മാത്രമാണോ ഈശ്വരനുള്ളത്? അല്ല, എല്ലായിടത്തും ഉണ്ട്. അമ്മയുടെ ഉദാഹരണമാണ്. എല്ലായിടത്തും കാറ്റുണ്ട്. ഫാനിന് സമീപം കൂടുതൽ അനുഭവിക്കാം. ഇതേപോലെ എല്ലായിടത്തും ഈശ്വരനുണ്ട്. ക്ഷേത്ര സന്നിധിയിൽ അത് കൂടുതൽ അനുഭവിക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈശ്വരനെ സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ക്ഷേത്രം. നമ്മുടെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി പ്രവഹിക്കുന്നു. പക്ഷേ വൈദ്യുതി കമ്പിയിലൂടെ പ്രവഹിച്ചാലും കാണാൻ സാധിക്കുന്നില്ല. തൊട്ടു നോക്കേണ്ടി വരും. ഉണ്ടോന്ന് സംശയം തോന്നുന്നവർക്ക് കയറി തൊട്ടു നോക്കാം പോസ്റ്റിൽ കയറിയിട്ട്. പക്ഷെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. വൈദ്യുത ഉപകരണങ്ങളിലൂടെ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കും. ഒരു ബൾബിലൂടെ പ്രകാശിക്കുമ്പോൾ പ്രകാശമായിട്ട് നമുക്ക് വൈദ്യുതിയെ അനുഭവിക്കാൻ സാധിക്കും. ബൾബ് വൈദ്യുതിയല്ല, പക്ഷേ ബൾബിൽ വൈദ്യുതി പ്രകാശിക്കുന്നു. ഇതേപോലെ ക്ഷേത്രം ഈശ്വരനല്ല, പക്ഷേ ക്ഷേത്രത്തിലെ ബിംബത്തിലൂടെ ഈശ്വര ശക്തി അനുഭവപ്പെടുന്നു. സാധാരണ മനുഷ്യന് ഈശ്വര ശക്തിയെ അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ പ്രസരിപ്പിക്കുന്ന സംവിധാനം, അതാണ് ക്ഷേത്രം. ഇനിയും ഒരു വൈദ്യുത ഉപകരണം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ കമ്പനി ചില ഇൻസ്ട്രക്ഷൻസ് തരും. ഇത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു പെൻ മേടിച്ചാലും ഇൻസ്ട്രക്ഷൻ ബുക്ക് കിട്ടും. ഏതായാലും വൈദ്യുത ഉപകരണങ്ങൾ കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് നശിച്ചു പോകും. ചിലപ്പോൾ അപകടവും സംഭവിക്കും. ഇതേപോലെ ക്ഷേത്രത്തിൽ വലിയ ശക്തിയാണ് ഉണർത്തുന്നത്. ഒരു അറ്റോമിക് റിയാക്ടറിൽ അറ്റോമിക് എനർജിയെ അവർ പ്രസരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേൽ നിയന്ത്രണം സാധ്യമല്ല. ഒരു ചെറിയ വസ്തുവിൽ നിന്ന് പോലും മാസ് എനർജി റിലേഷൻ അനുസരിച്ച് ഒരു 1 ഗ്രാം വസ്തുവിനെ ഊർജമാക്കി മാറ്റിയാൽ പ്രകാശത്തിൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയറാണ് അതിൻ്റെ എമൗണ്ട്. അതായത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അളവിലുള്ള ഊർജം 1 ഗ്രാം മാസിനുണ്ട്.
അതായത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് ആളുകളെ ഉരുക്കി ഇല്ലാതാക്കിയ അറ്റോമിക് ബോംബ് ഏതാനും മാസ് ഭാരമുള്ള വസ്തുവിനെ ഊർജ്ജമാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. ഇതുപോലെ ക്ഷേത്ര സന്നിധിയിൽ ഉണർത്തുന്ന ശക്തി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്ര അളവിലാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പല ആചാരങ്ങളുണ്ട്. ജപ്പാനിൽ സെൻഡായിൽ സുനാമി ഉണ്ടായ സമയത്ത്, അറ്റോമിക് റിയാക്ടറിൽ ലീക്ക് ഉണ്ടായ സമയത്ത്, അണുപ്രസരണം ആ സ്ഥലത്തൊക്കെ വ്യാപിച്ചപ്പോൾ ആളുകളെ ഒന്നും അങ്ങോട്ട് പ്രവേശിപ്പിച്ചിരുന്നില്ല. അമ്മയോടൊപ്പം അല്ലാതെയും ഞാൻ ആ സ്ഥലത്ത് പലതവണ പോവുകയുണ്ടായി. പിന്നീട് ഇപ്പോഴും ഏകദേശം 20-25 കിലോമീറ്റർ ചുറ്റളവിൽ, അറ്റോമിക് റിയാക്ടറിന്റെ ചുറ്റളവിൽ അവിടെ ബോർഡുകളുണ്ട്. അതായത് ഗർഭിണികളായ സ്ത്രീകളും കുട്ടികളും പ്രവേശിക്കരുത്. സ്ത്രീ വിവേചനമാണോ? അല്ല. ഗർഭസ്ഥ ശിശുവിനും കുട്ടികൾക്കും അണുപ്രസരണം ദോഷം ചെയ്യാൻ ഇടയുള്ളത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു ആചാരമുണ്ട്. കാഴ്ചബംഗ്ലാവിൽ പോയൊരു ആചാരമുണ്ട്. നമുക്ക് മൊയിലിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ അതിനെ പോയി തലോടാം. പുലിക്കൂട്ടിൽ അവർ എഴുതി വെക്കും, കൈയിടരുത്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, കൈട്ട് നോക്ക്. അത് അവിടുത്തെ ആചാരമാണ്. കാഴ്ചബംഗ്ലാവിലെ ആചാരം അങ്ങനെയാണ്. MRI സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് മെറ്റൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അടുത്ത കാലത്ത് ഒരു ഹോസ്പിറ്റലില് സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന രോഗിയെ അവർ അതിൽ നിന്ന് മാറ്റാതെ നേരെ MRI റൂമിലേക്ക് കൊണ്ടുപോയി. രോഗിയെ ഉൾപ്പെടെ MRI സ്കാൻ വായു വേഗത്തിൽ വലിച്ചെടുത്തു. ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടോ എന്ന് പിന്നെ വാർത്ത കണ്ടില്ല. ഏതായാലും അത് MRI സ്കാൻ ആചാരമാണ്. വീട്ടിലും ചില ആചാരങ്ങളുണ്ട്. അടുക്കളയിലെ ആചാരം വേറെ, പൂജാമുറിയിലെ ആചാരം വേറെ, ബാത്റൂമിലെ ആചാരം കൊണ്ട് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ തല്ല് കിട്ടും. ഓരോ സ്ഥലത്തും ഓരോ ആചാരമുണ്ട്, അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ഇതേപോലെ ക്ഷേത്രങ്ങൾ യന്ത്രങ്ങളെ പോലുള്ള സംവിധാനങ്ങളായതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. അവിടെ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ഈ ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് തോന്നാമെങ്കിലും അനുഷ്ഠാനത്തിന് അത് ആവശ്യമാണ്. ക്ഷേത്ര ശക്തിയെ നിലനിർത്താൻ അത് ആവശ്യമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ഒരു ബിംബത്തിലെ ആവാഹിച്ച് പ്രസരിപ്പിക്കുന്ന സംവിധാനമാണ് ക്ഷേത്രം. അവൻ്റെ പൂർണ്ണമായ ഗുണം കിട്ടാൻ നമ്മൾ ചില ചിട്ടകൾ പാലിക്കണം. പണ്ട് കാലത്തെ ക്ഷേത്രങ്ങളിൽ തലകുനിക്കാതെ അകത്ത് കയറാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു വാതിലിൻ്റെ സംവിധാനം. കാരണം തലകുനിക്കാൻ പഠിക്കേണ്ട സ്ഥലമാണ് ഈശ്വര സന്നിധി. ലളിതമായ വസ്ത്രധാരണം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുരുഷന്മാർ പല ക്ഷേത്രങ്ങളിലും ഷർട്ടിടാൻ പാടില്ല. ആ വിഗ്രഹത്തിൽ നിന്നും പ്രസരിക്കുന്ന ആ ശക്തി നേരിട്ട് ശരീരത്തിൽ പതിയുന്നത് നല്ലതാണ്. സ്ത്രീകൾക്ക് സാധിക്കാത്തത് കൊണ്ട് ലളിതമായ വസ്ത്രധാരണം ചെയ്യുന്നു. ഇങ്ങനെ പല ചിട്ടകളും നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്താണെന്ന് സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളിൽ പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ക്ഷേത്രാരാധന എന്തിനാണെന്ന് അറിയില്ല. നമ്മൾ അമ്മ പറയാറുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ശക്തിയെ ഉണർത്താനുള്ള ബാഹ്യമായ സംവിധാനമാണ് ക്ഷേത്രം. നമ്മുടെ ഉള്ളിൽ ഈശ്വര ശക്തിയെ ഉണർത്താനുള്ള സംവിധാനം, അതായത് നമുക്ക് ക്ഷേത്രമായി മാറാനുള്ള പരിശീലനം, അതാണ് ബാഹ്യമായ ക്ഷേത്രം. നമ്മളെ ഓരോരുത്തരെയും ശാന്തി മറ്റുള്ളവർക്ക് പകരുന്ന സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളാക്കി മാറ്റുവാനുള്ള സംവിധാനം, അതാണ് ക്ഷേത്രം. അപ്പോൾ അമ്മ പറഞ്ഞ പ്രസംഗത്തിൽ അതാണ് അമ്മ സൂചിപ്പിച്ചത്. ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഒരു കമ്പനിയുടെ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കമ്പനി ആയതുപോലെ ക്ഷേത്രങ്ങളുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരങ്ങളുണ്ട്. വനദുർഗയുടെ ക്ഷേത്രങ്ങളിൽ മേൽക്കൂര പാടില്ല. അമ്മയുടെ ഒരു കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഒരു ക്ഷേത്രം കൊടുത്തപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ അമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങളുടെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല, അതുകൊണ്ട് അമ്മ ഒരു മേൽക്കൂര പണിഞ്ഞു തരണം. അവർക്കറിയില്ല എന്ത് വിഗ്രഹമാണെന്ന്. കാരണം ഒരു ശില മാത്രമേ ഉള്ളൂ, രൂപമുള്ള വിഗ്രഹമല്ല. ഒരു ശില മാത്രമാണ് അവർ വർഷങ്ങളായി പൂജിക്കുന്നത്. അപ്പോൾ
അമ്മ ഒരു മേൽക്കൂര പണിഞ്ഞ് ഞങ്ങൾക്ക് ഭംഗിയാക്കി തരണം. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, അവിടുത്തെ ദേവതയ്ക്ക് മേൽക്കൂര ഇഷ്ടമില്ല, ജലം ശരീരത്തിൽ വീഴണം, അത് വനദുർഗയാണ്. അപ്പോഴാണ് അവരറിയുന്നത് വനദുർഗയാണ് അവിടുത്തെ പ്രതിഷ്ഠയെന്ന്. ഇതുപോലെ ഓരോ ക്ഷേത്രത്തിനുമുള്ള ആചാരങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് പൊതുവായിട്ടുള്ള നിയമങ്ങൾ പറയാൻ പറ്റില്ല. അതുപോലെ ശബരിമലയിലെ ഇത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഒരു കാര്യമില്ല. അയ്യപ്പൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ പന്തളം കൊട്ടാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ പന്തളം കൊട്ടാരത്തിലെ രാജാവ് പറഞ്ഞത്. അതായത് അയ്യപ്പൻ്റെ കഥ ഞാൻ പറയുന്നില്ല, എങ്കിലും അയ്യപ്പൻ്റെ കഥയ്ക്ക് ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ശൈവരും വൈഷ്ണവരും തമ്മിൽ വലിയ യുദ്ധം നടന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ വരെ നടന്നു. ഈശ്വര വിശ്വാസത്തിന്റെ പേരിലായിപ്പോയാലും ചോരപ്പുഴകൾ ഒഴുകി ശൈവരും വൈഷ്ണവരും തമ്മിൽ. ആ കാലഘട്ടത്തിലാണ്, ചിലപ്പോൾ അത് പൂർണ്ണമായി മാറ്റാൻ ഉള്ള ഉദ്ദേശത്തോടെയാണോ എന്നറിയില്ല, എങ്കിലും ആ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടായിരിക്കാം. എന്തായാലും അയ്യപ്പന്റെ കഥയിൽ മോഹിനി പുത്രനായിട്ട്, മോഹിനിയുടെയും ശ്രീപരമേശ്വരന്റെയും പുത്രനായിട്ട് പുരാണം വ്യാഖ്യാനിക്കുന്നു. എങ്കിലും കൊട്ടാരത്തിലെ ശിവഭക്തനായ രാജാവിൻ്റെയും വിഷ്ണുഭക്തിയായ രാജ്ഞിയുടെയും പ്രാർത്ഥനയുടെ ഫലമായി അയ്യപ്പൻ അവതരിച്ചു എന്നതാവണം സത്യം. കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ്, അതിന് പ്രൂഫൊന്നുമില്ല ആരുടെയാണെന്ന്. ഏതായാലും അവതാര പുരുഷന്മാർക്ക് അവരുടെ എല്ലാ ആഗമനവും അങ്ങനെയാണ്. ഈശ്വര സങ്കല്പം കൊണ്ട് അങ്ങനെ രൂപമെടുക്കാൻ പ്രയാസവുമില്ല. അങ്ങനെയുള്ള അയ്യപ്പൻ അവസാനം താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന രംഗം അതുണ്ട്. അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യപ്പൻ പറഞ്ഞ കാര്യങ്ങളാണ് ശബരിമലയിൽ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് അയച്ച അമ്പ് തറച്ച ശരംകുത്തിയിൽ അതിനടുത്ത് എനിക്ക് ക്ഷേത്രം വേണം, എങ്ങനെ ക്ഷേത്രം പണിയണം, കലിയുഗത്തിൽ മനുഷ്യരെ അസുര സ്വഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അതുപകരിക്കും. മഹിഷി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഉള്ളിലുള്ള അഹങ്കാരമാണ്, കലിയുഗത്തിൽ ബാധിച്ച അഹന്തയാണ്. ഈ മഹിഷി നിഗ്രഹം സാധ്യമായാൽ നമ്മൾ ദേവനാവും. നമ്മളെ ദേവനാക്കാൻ, നമ്മളെ അയ്യപ്പനാക്കാൻ ഉള്ള കാര്യങ്ങളാണ് ഗുരുഭാവത്തിൽ പിതാവിന് ഉപദേശിച്ചു കൊടുത്തത് പുത്രൻ. അതായത് നമ്മുടെ മഹിഷിയായി പുരാണങ്ങളിൽ പറയുന്ന കഥാപാത്രം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്നു. ആ മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയിട്ട് വ്രതമനുഷ്ഠിച്ച് ത്യാഗത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് സന്നിധിയിലെത്തുമ്പോൾ അയാൾ തത്വമസി എന്ന മഹാവാക്യം അനുഭവിക്കാൻ ഇടയാകണം. ഈ സങ്കല്പത്തിലാണ് ആ ക്ഷേത്രം. അവിടെ എത്താൻ ഒരു തവണത്തെ പോക്ക് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രയാസമായുള്ള 41 ദിവസത്തെ വ്രതം കൽപ്പിച്ചിരിക്കുന്നു. അത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്ന ആർക്കും പോകാം. അത് സാധാരണ യുവതികൾക്ക് സാധിക്കാത്തത് കൊണ്ട് സ്ത്രീകൾ പോകാതെ ഇരുന്നു. കാരണം വിശ്വാസികൾ അങ്ങനെ അംഗീകരിക്കും, അയ്യപ്പന്റെ വാക്കുകൾ അംഗീകരിക്കാതിരിക്കില്ല. അവിടെ ആരും ചെക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല, പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരും പോകാറുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ആചാരമായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി അറിഞ്ഞില്ലെങ്കിൽ ആളുകൾ വിമർശിച്ചു എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ പലതവണ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഏതായാലും അയ്യപ്പൻ നേരിട്ട് നൽകിയ നിർദ്ദേശമാണ് അവിടുത്തെ ആചാരമായിട്ട് മാറുന്നത്. അത് ദേവഹിതമാണ്, അത് മാറ്റാൻ ആർക്കും അധികാരമില്ല. ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ദേവഹിതം നോക്കേണ്ടി വരും. നമ്മൾ ദേവപ്രശ്നങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ്. ക്ഷേത്രത്തിലെ പല കാര്യങ്ങൾക്കും ദേവപ്രശ്നം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കലികാലത്തിൽ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യയെ നിഗ്രഹിച്ച് ഈശ്വരനാക്കി മാറ്റുവാൻ ഉള്ള താപസ സങ്കല്പത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതായത് ടെമ്പററി സന്യാസത്തിനുള്ള പരിശീലനമാണ്. ടെമ്പററി സന്യാസം സ്ത്രീകൾക്ക് പ്രത്യേകതയുണ്ട്. പുരുഷന്മാരെക്കാൾ വളരെ വേഗത്തിൽ അവരിലെ ആധ്യാത്മിക ശക്തി ഉണരും.
ഉണർന്നാൽ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വൈരാഗ്യം വെച്ചാൽ ദേഷ്യമല്ല, ഡിസ്പാഷൻ, എന്തായാലും മലയാളം വൈരാഗ്യം, വിരക്തി ഉണ്ടാവും. അപ്പോൾ കുടുംബിനികൾ, വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട കുടുംബിനികൾ ചിലപ്പോൾ അവരുടെ ആധ്യാത്മശക്തി കൂടുതലായി ഉണർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട് മറന്നു വരും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. ഏതായാലും നമ്മളെല്ലാവരും ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, ഈ 4 ഘട്ടങ്ങൾ വീട്ടിലിരുന്നാലും എല്ലാവരും കടന്നു പോകേണ്ടി വരും. ഇല്ലെങ്കിൽ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈശ്വരൻ ഡിസൈൻ ചെയ്യുക. ചിലർ നേരത്തെ മനസ്സിലാക്കി ആദ്യ സന്യാസം എടുക്കും, പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ബ്രഹ്മചര്യകാലം, പിന്നെ ഗൃഹസ്ഥാശ്രമം, അതായത് ഈ ലോകത്തിലൂടെ ജീവിച്ച് നേടുന്ന ചില അനുഭവങ്ങൾ, പുസ്തകങ്ങളിൽ കിട്ടാത്ത ചില അറിവുകൾ, നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന പക്വത, അത് അനുഭവത്തിലൂടെ പാഠങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടും. അത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വേണ്ടി മാത്രമാകാൻ പാടില്ല, എന്തെങ്കിലും വേണം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉണ്ടാവണം എന്ന് മനസ്സിലാവുമ്പോൾ കുട്ടികളൊക്കെ വളർന്നു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമായി താക്കോലൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് വല്ല അമ്പല കമ്മിറ്റിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ആശ്രമങ്ങളിലോ എവിടെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ആർക്കും നമ്മളെ വേണ്ട. പിള്ളേരാണ് കൊച്ചുമക്കൾ എന്നെ സ്നേഹിക്കുമെന്ന് വിചാരിച്ചു. കൊച്ചുമക്കൾ ഒരു അക്ഷരം മിണ്ടാറില്ല, അവർ ഫോണിലാണ് എപ്പോഴും. പിന്നെ അഥവാ അവർ മിണ്ടിയത് തന്നെ എനിക്ക് കേൾക്കാനും വയ്യ. ഏതായാലും മുത്തശ്ശിയോട് സംസാരിച്ച് അവർ ക്ഷീണിച്ച് കഴിയുമ്പോൾ അവർ പോകും. അവസാനം ആരുമില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ സന്യാസം തന്നെ വന്നോളൂ. അതാണ് ഡിറ്റാച്ച്മെന്റ് വരിക, മമതകളൊക്കെ മാറും. ഏതായാലും ഇതൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ മനസ്സിന്റെ ഭാവമായതുകൊണ്ട് ഇത് ആധ്യാത്മിക കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. കുട്ടിക്കാലത്ത് ചില രാജ്യങ്ങളിലുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ലോകത്തിൽ നടന്നിട്ടുള്ള മേജർ ആക്സിഡൻസിന്റെ മൂവി കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നൗ എൻജോയ് ഡ്രൈവിംഗ് പറയും ലൈസൻസ് കൊടുക്കും. പിന്നെ അയാൾ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം ഇതായിരിക്കും ഓർക്കാം, അത്രയും ശ്രദ്ധിച്ചേ വണ്ടി ഓടിക്കുള്ളൂ. ഇതുപോലെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച് എണ്ണി പഠിപ്പിക്കും. ഇതിനെ എങ്ങനെ നേരിടണമെന്നുള്ള കരുത്തും പകരും. പക്ഷെ തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ഇവിടെ എല്ലാവരും നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം. അതാണ് അമ്മ പറയാറുള്ളത്. അമ്മയോട് അമേരിക്കയിൽ വെച്ച് ഒരു യുവാവ് ചോദിക്കുകയുണ്ടായി, അമ്മേ, കുട്ടിക്കാലം മുതൽ ഞാൻ അമ്മയെ കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, നല്ല ജോലി കിട്ടി, കല്യാണം കഴിച്ചോട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, മോന് സന്തോഷം വേണ്ട എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല, എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല, കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മ അത് വിശദീകരിച്ചു. സന്തോഷം കൊടുക്കാനാണെങ്കിൽ കല്യാണം കഴിച്ചു, സന്തോഷം കിട്ടുമെന്ന പ്രതീക്ഷയിലാണെങ്കിൽ വേണ്ട. അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, അത് സന്തോഷം തേടിയവർക്ക് ഇന്നേ വരെ സന്തോഷം കിട്ടിയിട്ടില്ല, സന്തോഷം കൊടുത്തവർക്ക് കിട്ടാതിരുന്നിട്ടുമില്ല. അതുകൊണ്ട് സന്തോഷം കൊടുക്കുന്നവരാകുക, സന്തോഷം തേടി പോകേണ്ടി വരില്ല. സന്തോഷവും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ആധ്യാത്മികതയുടെ അടിസ്ഥാന തത്വമാണ് അമ്മ പറഞ്ഞത്. നിങ്ങൾ സന്തോഷം കൊടുക്കുന്നവരാകുക. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ തളർത്താനാവില്ല. സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും. അമ്മ വെറുതെ പറയുന്നതല്ല, അമ്മയുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. അയ്യപ്പൻ്റെ കഥ ഓർക്കുമ്പോൾ ഞാനും അമ്മയുടെ കഥയാണ് പലപ്പോഴും ഓർക്കാറുള്ളത്. ഒരു കാലത്ത് അമ്മ കുട്ടിക്കാലം മുതൽ കടൽ തീരത്ത് പോയി ഇരുന്ന് ധ്യാനിക്കുന്ന കണ്ടിട്ട് അമ്മയുടെ അമ്മയും അച്ഛനും ബന്ധുക്കളുമൊക്കെ ആശങ്കയിലായി. വീട്ടിൽ കിടന്നുറങ്ങേണ്ട കുഞ്ഞ് 7 വയസ്സ് 10 വയസ്സ് പ്രായത്തിൽ കടൽ തീരത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്നു. പലപ്പോഴും പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ ദിവസവും അങ്ങനെ ചെയ്യുവാൻ ആർക്കും സാധിക്കില്ല. അവസാനം ഉപേക്ഷിക്കേണ്ട നിലയിലായി. ആ സമയത്ത് ഒരു ദിവസം അമ്മയുടെ അച്ഛൻ കടൽ തീരത്ത് ചെന്ന് നോക്കുമ്പോൾ കാവൽക്കാരുണ്ട്, മൂർഖൻ പാമ്പുകൾ. കടൽ തീരത്ത് മൂർഖൻ പാമ്പുകളുള്ള കഥയേ ഇല്ല. പക്ഷേ
മൂർഖൻ പാമ്പുകൾ കാവലുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലായില്ല അച്ഛന്. പിന്നീട് അമ്മയെ കാണാൻ ധാരാളം ആളുകൾ എത്തി. 17 വയസ്സുള്ളപ്പോൾ മുതൽ അമ്മ ആളുകളെ ആലിംഗനം ചെയ്യുന്നു. ഇത് അച്ഛന് അമ്മയ്ക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. നാട്ടിൻപുറത്തെ 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ അനേകം ആളുകൾ വരുന്നു, അവരെയൊക്കെ ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ ദേവീഭാവത്തിൽ ദർശനം കൊടുക്കുമ്പോൾ അച്ഛൻ കരുതിയത് ഏതോ ദേവചൈതന്യം ഉള്ളിൽ കയറിയതായിരിക്കും. തൻ്റെ ഉള്ളിലുള്ള ദിവ്യശക്തിയെ ഉണർത്തുകയാണെന്ന് ആ പിതാവിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഇരുന്നാൽ പോരെ, എൻ്റെ മോളെ ശരീരം തന്നെ വേണം. അതിന് എനിക്ക് എൻ്റെ മോളെ വേണം, അച്ഛൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, മോളെന്ന് പറയുന്നത് ഈ ശരീരത്തെയാണോ? അച്ഛൻ പറഞ്ഞു, അതെ. എന്നാ എടുത്തോളൂ. അമ്മ കുറച്ചേരം കണ്ണടച്ചിരുന്നു. പീഡത്തിൽ നിന്നും മറിഞ്ഞു. എല്ലാവരും ഓടിക്കൂടി. നാഡീസ്പന്ദനം പോലുമില്ല. മരിച്ചെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. എല്ലാവരും എടുത്ത് വരാന്തയിൽ കിടത്തി. നിലവിളക്കുകൾ തെളിഞ്ഞു. ഭക്തന്മാർ കൂട്ടക്കരച്ചിലായി. അമ്മയുടെ വീട്ടുകാർ ഓരോരുത്തരും വന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നീണ്ട 8 മണിക്കൂർ അവിടെ പ്രാർത്ഥനയിൽ എല്ലാവരും കഴിഞ്ഞു. ഒരു ശിവരാത്രി പോലെ. എല്ലാവരും അച്ഛനെ കുറ്റപ്പെടുത്തി, നിങ്ങൾ കാരണമല്ലേ. അവസാനം അച്ഛൻ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറഞ്ഞു, എൻ്റെ വാക്കുകൾ ക്ഷമിക്കണം. അച്ഛനെന്ന് മകളെന്ന് ചിന്തിച്ചപ്പോൾ ഒരച്ഛനുണ്ടായ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അമ്മ കണ്ണു തുറന്നു, എഴുന്നേറ്റു. എന്നിട്ട് അച്ഛനെ അരികിൽ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അമ്മ അച്ഛനാണെങ്കിലും വളർത്തച്ഛ എന്നെ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പണ്ട് ചോദിക്കാറുണ്ട്, കൊച്ചുകുട്ടി എന്താ വളർത്തച്ഛ എന്ന് വിളിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി അന്ന് അച്ഛന് മനസ്സിലായില്ല. അന്ന് അമ്മ പറഞ്ഞ മറുപടി, എല്ലാവരും അച്ഛനമ്മമാരും വളർത്തച്ഛനും വളർത്തമ്മയും മാത്രമാണ്. വളർത്താൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളാണ് അച്ഛനമ്മമാർ. യഥാർത്ഥ അച്ഛനും അമ്മയും ഈശ്വരനാണ്. കാരണം മരിച്ച ഒരു കുട്ടിയെ ജീവിപ്പിക്കാൻ അച്ഛനമ്മമാർക്ക് സാധിക്കുന്നുണ്ടോ? യഥാർത്ഥ അച്ഛൻ ഈശ്വരനാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. ഏതായാലും ഇത്തവണ അച്ഛനെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളല്ല. പണ്ട് അയ്യപ്പൻ പന്തളം രാജാവിനോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ മകനല്ല. എൻ്റെ വരവിന് വേറെ ഉദ്ദേശമുണ്ട്. കലിയുഗത്തെ മനുഷ്യരെ രക്ഷിക്കാൻ താപസഭാവത്തിൽ ഞാൻ ശബരിമലയിൽ ഉണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ എന്നെ എത്തും. അവരെയൊക്കെ അയ്യപ്പന്മാരായി കരുതണം, അവരെയൊക്കെ സ്നേഹിക്കണം, സേവിക്കണം. ഇതേപോലെ തന്നെ വാക്കുകളാണ് അന്ന് അമ്മ പറഞ്ഞത്. വളർത്തച്ഛ, ഞാൻ നിങ്ങളുടെ മകളല്ല. എൻ്റെ ഉദ്ദേശം ലോക നന്മയാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ കാണാൻ ഈ രാജ്യത്തു നിന്നും പുറം നാടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ എത്തും. അവരെയൊക്കെ നിങ്ങൾ മക്കളായി കാണണം. അവർക്കൊക്കെ ആഹാരം കൊടുക്കണം. ഒന്നും ചോദിച്ചു വാങ്ങരുത്. ആരെയും വേദനിപ്പിക്കരുത്. ഇങ്ങനെ സേവിച്ച് ജീവിക്കാൻ, സേവനം ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ ശരീരം വിട്ടു പോവുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും സഹോദരങ്ങളും എല്ലാവരും കാൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അമ്മ പറയുന്നത് എന്തും അതേപോലെ അനുസരിക്കാം. ഇന്ന് നിങ്ങൾ അതിനുശേഷം അച്ഛൻ്റെ ജീവിതം പൂർണ്ണമായി മാറുകയായിരുന്നു. അന്ന് അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഭക്തന്മാർക്ക് വേണ്ടി വീട് ഒഴിഞ്ഞു കൊടുക്കും. അടുക്കളയിൽ വരെ ഭക്തന്മാർ വന്ന് ആഹാരം കഴിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് അവർ പട്ടിണി കിടന്നു. ഒരിക്കൽ ആശ്രമത്തിൽ യുക്തിവാദികൾ ആക്രമണം ഉണ്ടാക്കിയപ്പോൾ, വലിയ കമ്പിവടിയൊക്കെ ആയിട്ട് വന്ന് ആക്രമിച്ചപ്പോൾ ഞങ്ങളുടെ മേഘത്തൊന്നും ഒരടി പോലും ഏൽക്കാതിരിക്കാൻ വലയം സൃഷ്ടിച്ചത് അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിമാരുമാണ്. ദണ്ഡനങ്ങൾ മുഴുവനും അവർ ഏറ്റുവാങ്ങുകയായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് അവർ പട്ടിണി കിടന്നു. ഈ യാതനയുടെ കഥകൾ ഒരുപക്ഷെ സമൂഹം ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല.
ഏതായാലും അമ്മയുടെ അവതാരോദ്ദേശം വെളിപ്പെടുത്തിയ അതൊക്കെ പിന്നീട് സത്യമായി മാറി. ഇങ്ങനെയുള്ള അവതാരമൂർത്തികൾ ആവിർഭവിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം നേരത്തെ വരാൻ പോകുന്ന പലതും കണ്ടിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. കലിയുഗത്തിലെ മനുഷ്യനെ ബാധിക്കാൻ പോകുന്ന മഹിഷിയുടെ സ്വഭാവങ്ങൾ, അസുര സ്വഭാവങ്ങൾ ഉന്മൂലനം ചെയ്യുവാൻ ഒരു താപസ രൂപത്തിലെത്തിയ അയ്യപ്പന്റെ സന്നിധി കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയുന്നുണ്ടാവാനിരിക്കില്ല. കാരണം എല്ലാ വർഷവും 41 ദിവസം വ്രതമനുഷ്ഠിച്ച് ലക്ഷങ്ങൾ അങ്ങോട്ട് ഒഴുകുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന അത്ഭുതമായ മാറ്റം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഏതായാലും ഭക്തന്മാർക്ക് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ആധുനിക ശാസ്ത്രത്തിന് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പരിശുദ്ധമായ മനസ്സിന്റെ സ്പന്ദനങ്ങളാണ് നമുക്ക് ആവശ്യം. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വര ശക്തി നമ്മിലൂടെ ഒഴുകുന്നുണ്ട്. നമ്മൾ ഉപകരണങ്ങളായി മാറിയാൽ മാത്രം മതി. ബോസ്റ്റണിൽ അമ്മയുടെ ദേവീഭാവ ദർശനം നടക്കുന്ന സമയത്ത് അമ്മയുടെ ഒരു ജപ്പാൻ ഭക്തനായിട്ടുള്ള വിവേക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയണം. അമ്മ കൊടുത്ത പേരാണ് വിവേക്. ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, ഞാൻ ജപ്പാനിലേക്ക് തിരിച്ചു പോവുകയാണ് 2 മാസത്തെ ടൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അമ്മയോട് പറയണം, അമ്മേ, എന്നെ നിന്റെ മദർ പ്ലീസ് മേക്ക് മീ യുവർ ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു, അമ്മേ, എന്നെ നിന്റെ ഉപകരണമാക്കണേ, ഇങ്ങനെ പറഞ്ഞാൽ മതി. വിവേക് പറഞ്ഞു, മനസ്സിലായി, എന്നാൽ ഒന്നുകൂടെ പഠിപ്പിച്ചാൽ. ഞാൻ കുറെ നേരം പഠിപ്പിച്ച് ക്ലാസ് ഒക്കെ എടുത്തു. അമ്മേ, എന്നെ നിന്റെ ഉപകരണമാക്കണേ, അമ്മേ. ഇത് കുറെ റിപ്പീറ്റ് ചെയ്ത് വിവേക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്, പോയി പറഞ്ഞോളൂ. വിവേക് പോയി ക്യൂവിൽ നിന്നു. കുറച്ചേക്ക് ഓടി വന്നു. എന്താ, ഞാൻ മറന്നുപോയി. അപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞോട്ടെ. വിവേക് കയ്യിൽ പെൻ കൊണ്ട് എഴുതി ജാപ്പനീസ് ലാംഗ്വേജിൽ. എന്നിട്ട് തിരിച്ച് ക്യൂവിൽ പോയി. ഇപ്പം നല്ല ആത്മവിശ്വാസം വന്നത്രേ. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കൊരു അഭിമാനം തോന്നി, ഞാൻ നല്ല ടീച്ചറാണല്ലേ, ഇതൊക്കെ പഠിപ്പിച്ചില്ലേ. ഞാൻ എന്താ സംഭവിക്കാതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ പുറകിൽ, അമ്മ കാണാതെ ഇങ്ങനെ മറഞ്ഞു നിന്നു. അപ്പോൾ വിവേക് അടുത്ത് വന്നു. അമ്മയുടെ അടുത്ത് വന്നിട്ട് വിവേകിനെ പ്രതിഭ പോലെ നിൽക്കുക. ഒന്നും പറയാൻ പറ്റുന്നില്ല, ബ്ലാങ്കായി പോയി. അമ്മയുടെ അടുത്ത് പോകുമ്പോൾ പലർക്കും അങ്ങനെ പറ്റാറുണ്ട്, ബ്ലാങ്കായി പോകും. പിന്നെ വിവേക് പെട്ടെന്ന് ഓർത്തു, കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കയ്യിലേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കണ്ണാടി ആരോ മാറ്റി. വിവേകിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ ഞാൻ പുറകിൽ നിൽക്കുന്ന അമ്മ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അമ്മ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ടീച്ചറിനോട്, അധ്യാപകനോട് പറഞ്ഞു, ഇപ്പോഴാ ഉപകരണമായത്. ഉപകരണത്തിന് സംസാരിക്കാൻ പറ്റില്ല. ഒരു സംഗീത ഉപകരണം വഴങ്ങിക്കൊടുക്കുന്നു സംഗീതത്തിന്റെ മുന്നിൽ, ശില്പിയുടെ മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നു. അതുപോലെ ഈശ്വര ശക്തിക്ക് വഴങ്ങിക്കൊടുത്താൽ സാധിക്കാത്ത അത്ഭുതങ്ങളൊന്നും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ഉപകരണങ്ങളാകുവാൻ ഉള്ള പരിശുദ്ധി ആർജിക്കാനാണ് നമ്മൾ ആരാധന ചെയ്യുന്നത്, നാമജപം ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത്, ക്ഷേത്രാരാധന ചെയ്യുന്നത്. അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ദിവസവും രാവിലെ കുളി കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് മന്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ മന്ത്രം കുറെ നേരം ജപിക്കുക. അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് മന്ത്രം അറിയുമെങ്കിൽ അത് ജപിക്കുക. അതുകൂടാതെ പറ്റുമെങ്കിൽ ധ്യാന പരിശീലനം ചെയ്യുക. ജപസാധന എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന അനുഷ്ഠാനമാണ്. അത് ഒരു ഗുരുവിൽ നിന്ന് കിട്ടിയാൽ അത് വളരെ ശക്തമായിരിക്കും. അതായത് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, രജിസ്ട്രേഷൻ കോഡ് വേണം. ഇതേപോലെ പുസ്തകങ്ങളിൽ നിന്ന് മന്ത്രങ്ങൾ കിട്ടും, കുറെ ജപിച്ചാൽ ഫലമുണ്ട്. പക്ഷേ ഗുരുവിൽ നിന്ന് നേരിട്ട് കിട്ടിയാൽ 1000 ഇരട്ടി 10000 ഇരട്ടി ശക്തി അതിനുണ്ടാവും. കാരണം ഗുരു അക്ഷരങ്ങൾക്ക് ജീവൻ നൽകുന്നു, ആ ശക്തിയെ ശിഷ്യനിലേക്ക് പ്രസരിപ്പിക്കുന്നു. അത് ഉള്ളിൽ വിത്ത് രൂപത്തിൽ കിടക്കുന്നു. അതിനെ വീണ്ടും വീണ്ടും ജപിക്കുമ്പോൾ അത് വൃക്ഷമായി വളരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് ഫലം കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ ഈശ്വര ശക്തിയെ ഉണർത്താൻ സാധിച്ചാൽ പിന്നെ ആരുടെയും സഹായം വേണ്ടി വരില്ല. ഇന്നത്തെ ലോകത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതാണ്. നമ്മുടെ ഉള്ളിലുള്ള ദിവ്യഭാവങ്ങളെ ഉണർത്തുക. അതിന് ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക. കാരണം
5 തരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യാൻ ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടണമോ 5 തരത്തിലുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. അത് വേഗത്തിൽ പറഞ്ഞ ഈശ്വരനോടുള്ള ചില ധർമ്മമുണ്ട്. അതായത് രാവിലെയും സന്ധ്യാസമയത്തും ഉള്ള പ്രാർത്ഥന ദേവതകൾക്കുള്ള ദേവതകൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. അതായത് നമ്മുടെ മന്ത്രജപവും പ്രാർത്ഥനയും ദേവതകളുടെ ആഹാരമാണത്ര. ലളിതാ സഹസ്രനാമം, മന്ത്രജപം, നാമസങ്കീർത്തനം നടത്തുന്ന സ്ഥലത്ത് ദേവതാ സാന്നിധ്യം ഉണ്ടാകുന്നു, അവരുടെ അനുഗ്രഹ വർഷം ഉണ്ടാകുന്നു, അവർക്കൊരു സദ്യ കിട്ടിയ സുഖമായിരിക്കും. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് ദേവതകൾ ഓടിയെത്തുമെന്നു. അപ്പോൾ പ്രഭാതത്തിൽ നിലവിളക്ക് കൊളുത്തി കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം മുഴുവനും അങ്ങോട്ടൊഴുകുന്നു. എല്ലാ ദേവതാ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നില്ല. പണ്ടങ്ങനെ ഒക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ സന്ധ്യാസമയത്ത് വിഷലിപ്തമായ തരംഗങ്ങൾ നിറഞ്ഞ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയല്ലാതെ മറ്റെന്ത് ചെയ്താലും ഈ വിഷലിപ്തമായ തരംഗങ്ങളെ ബാധിക്കുമെന്നും മാറാ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും ആചാര്യന്മാർ പറഞ്ഞു. അപ്പോൾ ആശുപത്രിയിൽ പൈസ ചെലവാക്കേണ്ടതുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് കുറച്ചേരം നാമം ജപിക്കുകയോ മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്താൽ നന്നായിരിക്കും. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന വീട്ടിൽ ഒരിക്കലും അന്നത്തിനും വസ്ത്രത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. സകലവിധ ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാൻ സഹസ്രനാമ ജപം മതിയാകും എന്ന് അമ്മ പറയുന്നു. ഇനിയും ദേവിയെ കാണാൻ സാധിക്കുമോ എന്ന് സംശയമുള്ളവർക്ക് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പ് തരുന്നു അമ്മ. പണ്ട് അങ്ങനെയായിരുന്നു സഹസ്രനാമത്തിന്റെ ആവിർഭാവം തന്നെ. കലിയുഗത്തെ മനുഷ്യർക്ക് അവിടുത്തെ വൈഭവം എങ്ങനെ മനസ്സിലാക്കും, അവിടുത്തെ ദിവ്യരൂപം എങ്ങനെ ദർശിക്കാൻ സാധിക്കും, അവിടുത്തെ അനുഗ്രഹവർഷം എങ്ങനെ ഉണ്ടാകും എന്ന് ദേവന്മാർ ചോദിച്ചപ്പോൾ എന്നെ സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ ശക്തി തരും? വാഗ്ദേവതകൾ തന്നെ വേണ്ടി വന്നത് ലളിതാ സഹസ്രനാമം രചിക്കുവാൻ. ദേവി ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്, ഞാൻ വന്നിരിക്കും. അപ്പോൾ ഭക്തിയോട് സഹസ്രനാമം ജപിക്കാൻ സാധിച്ചാൽ എന്തും സാധ്യമാകും. അപ്പോൾ 2 നേരത്തെ പ്രാർത്ഥന കുടുംബാംഗങ്ങൾ മുഴുവനും ചെയ്തിരിക്കണം. കാറിലോ വല്ലോ ആണെങ്കിൽ മന്ത്രജപമെങ്കിലും മനസ്സിൽ ചെയ്തിരിക്കണം. പിന്നെ കൃഷിയോടുള്ള ധർമ്മം, കൃഷിയജ്ഞം, മറ്റേത് ദേവയജ്ഞം. കൃഷിയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആചാര്യന്മാർ ഋഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ വേദശാസ്ത്രങ്ങൾ മുഴുവനും പഠിക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയമുണ്ടായില്ല. ആധുനിക ലോകത്തിന് തിരക്കിൽ ഭഗവത്ഗീതയെങ്കിലും പഠിച്ചിരിക്കണം. അതിലെ തത്വങ്ങളെങ്കിലും മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കണം. ഇത് ഋഷിമാരുള്ള ധർമ്മമാണ്. പിന്നെ പിതൃയജ്ഞം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകലവിധ സൗഭാഗ്യങ്ങളും പൂർവികരുടെ ശ്രമത്തിന്റെ ഫലമായതുകൊണ്ട് അവരോട് ചില കടമകളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിതൃകർമ്മങ്ങൾ ചെയ്യണം. മാത്രമല്ല നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. അവർക്ക് ചിലപ്പോൾ കേൾവിശക്തി ഉണ്ടാവില്ല, കാഴ്ചശക്തി ഉണ്ടാവില്ല, പരാതികളേറെ ഉണ്ടാവും. പക്ഷെ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതും പിതൃയജ്ഞത്തിന്റെ ഭാഗമാണ്. കൊച്ചുകുട്ടികൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്ത് പോയി കുറച്ച് സമയം ചെലവഴിക്കണം, അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. അതും ആരാധനയുടെ ഭാഗമാണ്. പിന്നെ നരയജ്ഞം, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളെ അവഗണിക്കാൻ പാടില്ല, നമ്മളെ അവഗണിക്കാൻ പാടില്ല, നമ്മുടെ ശരീരത്തിനെ അവഗണിക്കാൻ പാടില്ല. ഈ ശരീരമെന്ന് പറയുന്നത് ഈശ്വരൻ തന്ന വരദാനമാണ് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ഷേത്രമാണ്. ഇതിനുള്ളിൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അളവിലുള്ള ഈശ്വര ശക്തി നിറഞ്ഞിരിക്കുന്നു. ഇതിനെ ഉണർത്തിയെടുക്കാൻ ശ്രമിച്ചിരിക്കണം. ഈ ശരീരത്തെ പീഡിപ്പിക്കരുത്, ഈ ശരീരത്തെ അപമാനിക്കുന്നത് യാതൊന്നും ചെയ്യരുത്. ഇത് പരിശുദ്ധമായി സൂക്ഷിക്കണം, പരിശുദ്ധമായ ആഹാരം കഴിക്കണം, പരിശുദ്ധമായ പാനീയങ്ങൾ കുടിക്കണം. എന്ത് കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പരിശുദ്ധമായ ആഹാരം കഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. തൃശ്ശൂർ ഒരു സ്ഥലത്ത് ഒരു വിവാഹത്തിന് പോയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു. അതായത് ഒരാളെ നിർത്തിയിരിക്കുകയാണ്, ഭക്ഷണശാല. അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, 2 എൻട്രൻസ് ഉണ്ട്. അതായത് വെജിറ്റേറിയൻ ഫുഡിന് ഒരു വഴി, നോൺ വെജിറ്റേറിയൻ ഫുഡിന് വേറൊരു വഴി. പക്ഷെ അവിടെ ബോർഡിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, ഭക്ഷണശാല എന്നേ ഉള്ളൂ. പക്ഷെ നിൽക്കുന്ന ആളൊരു കൊമേഡിയനായിരുന്നു. അയാൾ പറയും, നിങ്ങൾക്ക് ക്യാൻസർ വേണോ ഹാർട്ട് അറ്റാക്ക് വേണോ? ക്യാൻസർ വേണേ വെജിറ്റേറിയൻ ഫുഡ്, ഹാർട്ട് അറ്റാക്ക് വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്. എന്തായാലും പരിശുദ്ധമായതൊന്നും കിട്ടാനില്ല, നട്ടു വളർത്തണം. പരിശുദ്ധമായ ആഹാരം കഴിക്കണമെങ്കിൽ സ്വന്തമായി നട്ടു വളർത്തി വിഷാംശമില്ലാത്ത ആഹാരം കഴിച്ചാൽ ഹോസ്പിറ്റലിലൊക്കെ പോയി കിടക്കേണ്ടി വരില്ല. നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ 10,000 ഹാർട്ട് സർജറി കഴിഞ്ഞപ്പോൾ US നിന്ന് കുറെ സയന്റിസ്റ്റുകൾ വന്നു.
കേരളത്തിൽ ഇത്രയധികം ഹാർട്ട് ഡിസീസ് എങ്ങനെ വന്നു എന്ന് പഠിക്കാൻ കേരളത്തിലെ ആളുകളുടെ ഹൃദയത്തിൻ്റെ വലിപ്പത്തിലെ ഒരു പ്രശ്നമുണ്ട്, ഞരമ്പുകളുടെ വലിപ്പത്തിൻ്റെ പ്രശ്നമുണ്ട്. എങ്കിലും അവരൊരു സർവേ നടത്തിയിട്ട് അവർ നൽകിയ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞത് 90% രോഗികൾ ഹാർട്ട് ഡിസീസിന് ഓപ്പറേഷൻ ചെയ്യപ്പെട്ട രോഗികളും അമിതമായി മാംസാഹാരം കഴിക്കുന്നവരായിരുന്നു. പൂണൂരിട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ലിസ്റ്റിൽ. അവർക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അമിതമായി മാംസാഹാരം കഴിക്കുന്നവരായിരുന്നു കൂടുതൽ ആളുകളും. ഏതായാലും ഞാനത് പറയുന്നില്ല. പരിശുദ്ധമായ ആഹാരം കഴിക്കണം, പരിശുദ്ധമായ പാനീയങ്ങൾ കുടിക്കണം. എന്താ കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അമ്പലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അഭിഷേകം ചെയ്യുന്നത് പോലെയാണ് നാം കുടിക്കുന്ന പാനീയങ്ങൾ. ഉള്ളിലെ ദേവതയ്ക്കുള്ള അഭിഷേകമായതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പരിശുദ്ധമായ വസ്തുക്കളാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുക. പരിശുദ്ധമായ പാൽ, പരിശുദ്ധമായ തേൻ, പരിശുദ്ധമായ നെയ്യ്, കൊക്കക്കോള കൊണ്ട് അഭിഷേകം ചെയ്യാറില്ല. അതേപോലെ പരിശുദ്ധമായ പാനീയങ്ങൾ കുടിക്കുക. അതുപോലെ ഈ ശരീരത്തിനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, പീഡിപ്പിക്കാൻ അവകാശമില്ല. ഇത് നമ്മുടേതല്ല, ഈശ്വരൻ്റേതാണ്. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം, നമ്മുടേതല്ല. ഈശ്വരൻ തന്ന ഈ ശരീരം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു ശരീരത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന ഘട്ടം ഉണ്ടായെന്ന് വരും. ശരീരത്തിൻ്റെ വില ഇപ്പോൾ മനസ്സിലാവില്ല, ഇതിൻ്റെ ആരോഗ്യത്തിൻ്റെ വില ഇപ്പോൾ മനസ്സിലാവില്ല. അമ്മയുടെ ഹോസ്പിറ്റലിൽ ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസവും രോഗികളെ കാണാൻ പോകാറുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു, 12 വയസ്സ് പ്രായമുള്ള കുട്ടി, കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അവൾ പറഞ്ഞു, എന്നെങ്കിലും ഒരു ദിവസം ആരുടെയും സഹായമില്ലാതെ ബാത്റൂമിൽ വരെ നടന്നു പോകാൻ സാധിച്ചേക്കും. തളർവാദം വന്ന് കിടപ്പായിട്ട് വർഷങ്ങളായി. ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് നടക്കാൻ സാധിക്കില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷെ അവൾ സ്വപ്നം കാണുന്നു, എന്നെങ്കിലും ഒരു ദിവസം ബാത്റൂം വരെ പരസഹായം കൂടാതെ നടക്കാൻ സാധിച്ചേക്കും. ഒരു യുവാവ് പറയുന്നു, എന്നെങ്കിലും ഒരു ദിവസം ഈ മെഷീൻ ഇല്ലാതെ എനിക്കൊന്ന് ശ്വാസം വിടാൻ സാധിച്ചേക്കും. കാരണം ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ളത് കൊണ്ട് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മറ്റൊരാൾ പറയുന്നു, എന്നെങ്കിലും മനോഹരമായി ലോകം എനിക്ക് കാണാൻ സാധിച്ചേക്കും. ജന്മനാ അന്ധനായ ഒരാളുടെ സ്വപ്നം. ഇതേപോലെ അനേകം ആളുകൾ സ്വപ്നം കാണുന്ന സൗഭാഗ്യങ്ങളുള്ള നമ്മളാണ് ഈശ്വരനെ കുറ്റപ്പെടുന്നത്. ഭയങ്കര ദുഃഖമാണ് വീട്ടിൽ. ലോകത്തിൽ ഒരുപാട് ആളുകൾ ദുഃഖിക്കുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ? നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കിടാൻ തയ്യാറാകുന്നുണ്ടോ? ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? അത് നരധർമ്മത്തിൽപ്പെടുന്നതാണ്. ഈ ലോകത്തിലെ പിന്നെ ഭൂതയജ്ഞം, ഈ ലോകത്തിലെ സകല വസ്തുക്കളുടെയും അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ സമാധാനമായി ജീവിക്കുവാൻ. അതുകൊണ്ട് വൃക്ഷങ്ങളെയും പക്ഷികളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ ആരാധനാഭാവത്തോടുകൂടി കാണണം. അതാണ് നമ്മൾ ക്ഷേത്ര സങ്കേതങ്ങളിൽ പഠിപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളിൽ വൃക്ഷത്തെ ആരാധിക്കുന്നു, ശിലയെ ആരാധിക്കുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നു. സകല ജീവരാശികളെയും ദിവ്യമായ ഭാവത്തോടുകൂടി കാണുവാനുള്ള പരിശീലനമാണ് ക്ഷേത്ര സന്നിധി നൽകുന്നത്. ഇങ്ങനെ ഈ 5 ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവരെ യാതൊരു ദുഃഖങ്ങളും ബാധിക്കില്ല എന്ന് ഉറപ്പിച്ച് നമ്മുടെ ഋഷിമാർ പറയുന്നു. ഇതൊക്കെ പഠിക്കാനുള്ള ഇടമാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി, ആരാധനയുടെ തത്വങ്ങൾ മനസ്സിലാക്കി നമുക്ക് ക്ഷേത്രത്തെ ഉപയോഗിക്കാൻ അറിയണം. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രം ഒരു അഭയ കേന്ദ്രമായി മാറണം. എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാവണം. പണ്ട് കോടതി വരെ ക്ഷേത്രമുറ്റത്തായിരുന്നു. അത്താഴ പട്ടിണിക്കാർക്ക് ആഹാരം ക്ഷേത്രത്തിൽ കൊടുത്തിരുന്നു. ഇങ്ങനെ എല്ലാത്തിനും പരിഹാരമായി ക്ഷേത്രത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഇന്നുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതിന് ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. ഇത്തരം സമ്മേളനങ്ങൾ അതിന് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. കൃതജ്ഞതാ സമർപ്പണം.